ഹരേ കൃഷ്ണ. സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് എല്ലാവരും ചേർന്ന് സുഗ്രീവനെ രാജാവാക്കി അഭിഷേകം ചെയ്തു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. ജ്യേഷ്ഠനെ പറ്റിയുള്ള ഓർമ്മകളും താലോലിച്ചുകൊണ്ട് രാജ്യഭരണം നടത്തിയ സുഗ്രീവൻ പ്രജകളുടെ ക്ഷേമത്തിന് തന്നെ മുൻതൂക്കം കൊടുത്തു. കാലം കുറേ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു ഘോര അട്ടഹാസം കേട്ട് രാജാവ് ഞെട്ടി ഉണർന്നു. ഇതിനിടയിൽ ബാലി തിരിച്ചു വന്നിരിക്കുന്ന വാർത്ത രാജ്യവാസികൾ രാജാവിനെ അറിയിച്ചു. അത് കേട്ട് സുഗ്രീവൻ അത്ഭുതപ്പെട്ടു പോയി. മരിച്ചുപോയ ബാലി തിരിച്ചു വരികയോ? അതെങ്ങനെ? താൻ ഗുഹാമുഖത്ത് രക്തം കണ്ടതല്ലേ? അതൊരു പക്ഷേ തൻ്റെ അല്ലായിരുന്നോ? സുഗ്രീവൻ ആ ചോദ്യം തന്നോട് തന്നെ സ്വയം ചോദിച്ചു. എന്നാൽ സുഗ്രീവൻ്റെ സംശയം അസ്ഥാനത്തായിരുന്നു. പോരിൽ മരിച്ചത് ബാലിയല്ല, മായാവി തന്നെയായിരുന്നു. എന്നാൽ മായാപ്രകടനങ്ങളാണ് ക്ഷീരം വ്യക്തമാക്കി തീർക്കാൻ കാരണം. ബാലിയുടെ അലർച്ച കിഷ്കിന്ധയെ തകിടം മറിച്ചു കളഞ്ഞു. രാജ്യം കൈക്കലാക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഗുഹയ്ക്കകത്താക്കി സുഗ്രീവൻ ഗുഹാദ്വാരം അടച്ചതാണെന്ന് വിശ്വസിച്ച ബാലി അട്ടഹസിച്ച് കൊണ്ട് കൊട്ടാരത്തിൽ പാഞ്ഞെത്തി. സിംഹാസനത്തിലിരുന്ന സുഗ്രീവനെ ഒറ്റ കൈയിൽ തൂക്കിയെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ഉഗ്രകോപത്തോട് ഗർജിച്ചു. എടാ ദുഷ്ട, എന്നെ കൊന്നിട്ട് രാജ്യം അപഹരിച്ച് സുഖിച്ച് വാഴാമെന്ന് നീ കരുതിയോ? ദൂരെ തെറിച്ചു വീണ സുഗ്രീവൻ മാരകമായ പരിക്കുകളോടെ മെല്ലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠാ, ഞാനൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഗുഹാമുഖത്തു രക്തം കണ്ടപ്പോൾ ഞാൻ ഗുഹാദ്വാരം അടച്ചു പോന്നതാണ്. സുഗ്രീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ബാലി അത്യധികം കോപിഷ്ഠനായി പറഞ്ഞു, എടാ നന്ദി കെട്ടവനെ, നീ ആ മായാവിയേക്കാൾ എത്രയോ ഭയങ്കരനാണ്. എന്നോട് നീ കാണിച്ച ക്രൂരത ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ കടന്നുപോ. നിന്നെ ഇനി ഇവിടെ എങ്ങും കണ്ടുപോകരുത് എന്നട്ടഹസിച്ചുകൊണ്ട് സുഗ്രീവനെ ശക്തിയായി പ്രഹരിച്ചു. എന്നിട്ടും കോപം കെട്ടടങ്ങാത്തതിനാൽ ബാലി സുഗ്രീവൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ ഒരുമ്പെട്ടു. അത് കണ്ട് സുഗ്രീവ പത്നി വിലപിച്ചുകൊണ്ട് ബാലിയെ തടഞ്ഞു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ.